എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് LPST തൃശൂർ ജില്ലയിലെ 709/2023 കാറ്റഗറി നമ്പർ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയ റൊട്ടേഷൻ ചാർട്ടാണ്. നിരവധി പേർ തൃശൂർ ജില്ലയിലെ റൊട്ടേഷൻ ചാർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. അത് പ്രകാരം നമ്മൾ ഇന്ന് തൃശൂർ ജില്ലയുടെ റൊട്ടേഷൻ ചാർട്ട് റിലീസ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. തൃശൂർ ജില്ലയിൽ അവസാനമായി പോയിട്ടുള്ളത് 18/6/2025 അഡ്വൈസ്. അവസാനത്തെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നുമാണ് അവസാനത്തെ അഡ്വൈസ് പോയിട്ടുള്ളത്. തൃശൂർ ജില്ലയിലെ ഇപ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ 500 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 435 പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും 8 പേർ DA കാറ്റഗറിയിലും അടക്കം 943 പേരാണ് തൃശൂർ ജില്ലയിലെ ഇപ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് വിപുലീകരിച്ച ചുരുക്കം ചില ജില്ലകളിൽ ഒന്നാണ് തൃശ്ശൂർ. കഴിഞ്ഞ പ്രാവശ്യം 783 പേരടങ്ങുന്ന ലിസ്റ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അത് 943 പേരടങ്ങിയ കുറച്ചുകൂടി വിപുലീകരിച്ച ഒരു ലിസ്റ്റാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും അവസാനമായി പോയ അഡ്വൈസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 8 അഡ്വൈസുകളാണ്. 9 ഓപ്പണിംഗ് ആണ് ഉണ്ടായിരുന്നത്. 9 അവസരങ്ങളാണ് അന്നുണ്ടായിരുന്നത്. അതിൽ 8 എണ്ണം പോയിട്ടുണ്ട്. 1 അൺഫിൽഡ് ആയിട്ട് TPO ആയിട്ട് DA TPO ആയിട്ട് ആളില്ലാതെ TPO ആയി വന്നിട്ടുണ്ട്. ഈ അഡ്വൈസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ ടേൺ പോയിട്ടുള്ളത് 67 OC ആണ്. ഇതാണ് നോർമൽ ടേൺ. 67 OC ആണ്. ഇതൊരു TPO ആണ്. അതുകൊണ്ട് ഇതാണ് പരിഗണിക്കുക, 67 OC. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ റൊട്ടേഷൻ ചാർട്ടിൽ 68 ടേൺ പ്രകാരമായിരിക്കും, അല്ലെങ്കിൽ 68 ടേൺ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഇത് അവസാനത്തെ നില പരിശോധിച്ചാൽ ഇതാണ് അവസാനത്തെ അഡ്വൈസ് കഴിഞ്ഞിട്ടുള്ള നില. 409 പേർക്കാണ് മൊത്തത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അഡ്വൈസ് പോയിട്ടുള്ളത്. അതിൽ 193 പേർ ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും 193 പേർ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നുമാണ് പോയിട്ടുള്ളത്. 7 NJD കിട്ടിയിട്ടുണ്ട്. അതുപോലെ DA കാറ്റഗറിയിൽ നിന്നും 16 പേരാണ് പോയിട്ടുള്ളത്. അതുപോലെ പെൻഡിങ് ടേണിന്റെ സ്റ്റാറ്റസ് ഇതാണ്. അതായത് 6 NCA ടേണുകൾ പെൻഡിങ് ഉണ്ട്. അതുപോലെ 5 TPO ടേണുകൾ പെൻഡിങ് ഉണ്ട്. ഈ 5 TPO ടേണുകൾ നിർബന്ധമായും അടുത്ത അഡ്വൈസിൽ ഫസ്റ്റ് തന്നെ പോകും. ഒരു HN, ഒരു EBT, ഒരു SC, ഒരു മുസ്ലിം, ഒരു LC, ഇത്രയും അടുത്ത റാങ്ക് ലിസ്റ്റിലെ അഡ്വൈസിൽ നിന്നും ഫസ്റ്റ് പോകുന്ന ഇതായിരിക്കും. നമ്മുടെ റാങ്ക് റൊട്ടേഷൻ ചാർട്ടിൽ ഈ TPO അഥവാ NCA ടേണുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇത് പ്രകാരമുള്ള ചെറിയ മാറ്റങ്ങൾ നമ്മുടെ റൊട്ടേഷൻ ചാർട്ടിൽ ഉണ്ടാവും, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നേരിട്ട് റൊട്ടേഷൻ ചാർട്ടിലേക്ക് വരാം. നമ്മൾ മറ്റു വീഡിയോകളിൽ പറഞ്ഞ പോലെ കാണിച്ചിരിക്കുന്ന ഒന്നാമത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്നതാണ് റൊട്ടേഷൻ ചാർട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള നിങ്ങളുടെ റാങ്ക്. അതുപോലെ രണ്ടാമത്തേത് ഏത് റൊട്ടേഷൻ പ്രകാരമാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ അവസാന അഡ്വൈസ് ലിസ്റ്റിൽ പോയിരുന്ന റൊട്ടേഷൻ 67 OC ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ റൊട്ടേഷൻ 68-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത കോളത്തിൽ കാണിച്ചിരിക്കുന്നതാണ് മെയിൻ ലിസ്റ്റിൽ നിന്നാണോ സപ്ലൈ ലിസ്റ്റിൽ നിന്നാണോ എന്നുള്ളതാണ്. മെയിൻ ലിസ്റ്റിൽ നിന്നാണെങ്കിൽ ഇതിങ്ങനെ, സപ്ലൈ ആണെങ്കിൽ നമ്മൾ ഒരു കളർ കോഡഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഗ്രീൻ കളർ കാണിച്ചിരിക്കുന്നതാണ് സപ്ലൈ. ഉദാഹരണത്തിന് 92 STക്ക് ഒന്നാമത്തെ സപ്ലൈയിൽ നിന്നും ഒന്നാമത്തെ റാങ്കുകാരനാണ് പോയിട്ടുള്ളത്. ഇത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിങ്ങളുടെ റാങ്ക് ആയിരിക്കും. ഒന്നുകിൽ മെയിൻ ലിസ്റ്റിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ സപ്ലൈയിലെ റാങ്ക് ആയിരിക്കും. ഉദാഹരണത്തിന് ഇത് LC മെയിൻ ലിസ്റ്റിലെ 148-ാം റാങ്കുകാരനാണ്. ഇത് അവരുടെ റാങ്ക് ലിസ്റ്റിലുള്ള അവരുടെ കാസ്റ്റ് ആണ്. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, സീരിയൽ നമ്പർ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് റാങ്കുകൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. നമ്മുടെ DA കാറ്റഗറി പ്രത്യേകമായി കാണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ 100 കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ റൊട്ടേഷൻ DAക്കാണ്. അതുകൊണ്ട് DA സപ്ലിയിൽ നിന്നുമാണ് ഒന്നാമത്തെ സപ്ലിക്കാരൻ. 1 കഴിഞ്ഞാൽ അടുത്തത് DA വരുന്നത് 26-ാമത്തെ റൊട്ടേഷനാണ്. 26-ാമത്തേതിൽ DHI വന്നിട്ടുണ്ട്. വീണ്ടും വരുന്നത് DA റിസർവേഷൻ വരുന്നത് 51-ാമത്തെ റൊട്ടേഷനാണ്. അത് DALD അല്ലെങ്കിൽ CP എന്ന കാറ്റഗറിയിൽ നിന്നുമാണ് വരുന്നത്. ഇത് നമ്മൾ റൊട്ടേഷൻ അത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. വീണ്ടും 100 കഴിഞ്ഞ് 76-ാമത്തെ റൊട്ടേഷൻ, പക്ഷേ
റൊട്ടേഷനിൽ ആൾ ഇല്ലാത്തതിനാൽ അതവിടെ വന്നിട്ടില്ല. അതുപോലെ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവരെയും തീരുന്നത് വരെയുള്ള റൊട്ടേഷൻ ചാർട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഒഴിവുകൾ എത്രത്തോളം വരുന്നു എന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ റൊട്ടേഷൻ ചാർട്ട് പ്രകാരം ഏകദേശം ധാരണ നോക്കാവുന്നതാണ്. ഇതൊരു പെർഫെക്റ്റ് റൊട്ടേഷൻ ചാർട്ട് അല്ല, കാരണം നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഒന്നാമത്തെ നമ്മൾ TPO ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ നമ്മുടെ 50% വേണം എന്നുള്ള റൂൾ പ്രകാരം ഓരോ അഡ്വൈസ് ലിസ്റ്റിലും എത്രത്തോളം ആൾക്കാർക്കാണ് അഡ്വൈസ് പോകുന്നത് എന്നതിനനുസരിച്ചാണ് അത് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. TPO ആയിട്ട് പോകുമ്പോൾ റൊട്ടേഷനിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും. അതുപോലെ ഒന്നാമത്തെ അഡ്വൈസ് തീർച്ചയായും ഈ റൊട്ടേഷനിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം ഒന്നാമത്തെ അഡ്വൈസിൽ TPOകൾ അല്ലെങ്കിൽ NCA എന്നിവയിൽ നിന്നായിരിക്കും വരിക. അതുപോലെ ഇവിടെ ഏകദേശം 331 കഴിഞ്ഞ് 332 വരേണ്ടത് ST കാറ്റഗറിയാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകൾ വന്നു കഴിഞ്ഞാൽ ST കാറ്റഗറിയിൽ മെയിൻ ലിസ്റ്റിലോ സപ്ലി ലിസ്റ്റിലോ ആരുമില്ല. അതുകൊണ്ട് അത് NCA എന്നുള്ള രീതിയിൽ പോകും. നോ കാൻഡിഡേറ്റ് അവൈലബിൾ ആയിരിക്കും ഇവിടെ, കാരണം STയിൽ ഒരാളില്ല. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവരും, അതായത് 500ാമത്തെ റാങ്ക് വരെ പോകുമ്പോൾ മൊത്തത്തിൽ 565 ഒഴിവുകൾ ആണ് ഏകദേശം വരേണ്ടത്. ഇതിലേക്ക് നമ്മുടെ TPOയും ഒരു 10-15 TPO NCA ഒഴിവുകൾ വന്നാൽ ഏകദേശം 570-80 ഒഴിവുകൾ ഏകദേശം ഉണ്ടെങ്കിലാണ് മെയിൻ ലിസ്റ്റിൽ പൂർണ്ണമായും ആൾക്കാർക്ക് അഡ്വൈസ് പോവുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.